നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് മാസം 13-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 29-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് പൂരം നക്ഷത്രമാണ്. ഇപ്പം പൂരം നക്ഷത്രത്തിലാണ് ജനനം. പൂരം നക്ഷത്രമാണ്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം ശുഭ ദിനവും വ്യാഴം എന്ന് പറയുന്നത് ജ്യോതിഷ ഗുരുവാണ്. അപ്പോൾ ഗുരുവിൻ്റെ ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രവും ശുഭമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങണം. പ്രത്യേകിച്ച് സാമ്പത്തികമായി ബന്ധപ്പെട്ട് ലോൺ എടുക്കാനോ മറ്റൊരാളിന് സാമ്പത്തിക ചോദിക്കാനോ ഒക്കെ പോകുന്നത് ഈ ദിവസമാണെങ്കിൽ കുറച്ച് അനുകൂലമായിട്ടുള്ള നടപടികളുണ്ടാവും. അതുപോലെ കുംഭമാസത്തിലെ പൂരനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സൗഭാഗ്യപ്രദമായ അവസ്ഥ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ശരിക്കും സമ്പത്തുണ്ടാവുന്ന വർഷമെന്ന് പറയാം. അപ്പോൾ സാമ്പത്തിക നേട്ടം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇറങ്ങാം. പുതിയ ഒരു ബിസിനസ് നടത്തുന്ന ആൾ അഡീഷണലായിട്ട് വല്ലതും ചെയ്യാനാവട്ടെ, ജോലിയിലിരിക്കുന്നവർക്ക് മറ്റ് സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യാനാവട്ടെ, പ്രൊമോഷനാവട്ടെ, അല്ലെങ്കിൽ കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നേട്ടഫലം, റിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണഫലം ഉണ്ടാവും. ഇങ്ങനെ സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഒരു കാര്യത്തിലും അറച്ചു നിൽക്കാതെ ഓരോ കാര്യത്തിന് ഇറങ്ങണം. അത് വിജയത്തിലേക്ക് വരും, ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരും. ഭഗവാൻ ഗുരു എല്ലാം നമുക്ക് നേടിത്തരും. നമ്മളെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളാണ് ഗുരു. അതുപോലെ ഇന്ന് ഓരോ കാര്യം നല്ല ദിവസമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും തടസ്സങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസത്തെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് രാഹുകാല സമയത്ത് യാത്ര ചെയ്യരുത്. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്ര വഴി നിർത്തിയിട്ട് പോകണമെന്നല്ല, ആദ്യമായിട്ട് ഇറങ്ങരുത്. അപ്പോൾ രാഹുകാലത്തിന് മുമ്പോ ശേഷമോ യാത്ര തുടങ്ങുക. കാരണം യാത്ര തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാഹുവിൻ്റെ കാലത്താണെങ്കിൽ രാഹു മന്ദതയുണ്ടാക്കും ചുറ്റും. അപ്പോൾ എന്തു ചെയ്യും? കാര്യങ്ങളെ ഇഴയും. രാഹുകാല സമയം 1:30 തൊട്ട് 3 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും 2 മണി 3 മിനിറ്റ് തൊട്ട് 3 മണി 33 മിനിറ്റ് വരെയാണ് രാഹുകാല സമയം. ആ സമയം നോക്കി വേണം ഓരോ കാര്യങ്ങൾ ഇറങ്ങാൻ. അതുപോലെ ഗുളികകാല സമയവും യമഘട്ട കാല സമയവും പതിവ് പോലെ തന്നെ എല്ലാ ദിവസവും 3 മണിക്കൂറോളം നേരമുണ്ട്. ഈ സമയത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം 9:35 തൊട്ട് 11:05 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:36 തൊട്ട് 8:06 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ് എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം ഇന്നും വരുന്നത് 12:10 തൊട്ട് 12:58 വരെയാണ്. ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് നേരം കൊള്ളൂല എങ്കിലും വന്ന് അഭിജിത്ത് മുഹൂർത്തവും വളരെ ശക്തമാണ്. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് മഞ്ഞ വസ്ത്രം, അതുപോലെ മഞ്ഞ അല്ലെങ്കിൽ ഗോൾഡൻ കളറുകൾ, ഇതൊക്കെ ശരിക്ക് വ്യാഴത്തിന് ഏറ്റവും ഇഷ്ട കളറുകളാണ്. അതേ കളറിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് വ്യാഴത്തിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറും. എല്ലാ ഗ്രഹങ്ങൾക്കും കളറുണ്ട്, നമുക്കറിഞ്ഞുവിടുന്നേ ഉള്ളൂ. നമ്മൾ ആ ദിവസത്തിൽ നോക്കുമ്പോൾ രാത്രി ഇരുട്ടായിട്ടും പകൽ വെളിച്ചമായിട്ടും കാണുന്നതല്ലാതെ നമുക്ക് കളറൊന്നും നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ആ ദിവസത്തിന് കളർ വ്യത്യാസം വരും. അപ്പോൾ വ്യാഴാഴ്ച ദിവസം മഞ്ഞ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് ആ കളറിലേക്ക് പോസിറ്റീവ് ആഗിരണം ചെയ്യുകയും ആ വ്യക്തിക്ക് ലഭിക്കുകയും അവർക്ക് ഉന്മേഷവും ഉണർവും പുരോഗതിയും വന്നു ചേരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.